എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ബാലചന്ദ്രൻ സ്റ്റാൻലിയുടെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുകയാണ്. എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു, എൻ്റെ ഒന്നുമടിയാണ് നിങ്ങളെ ഏൽപ്പിച്ച് പോകുന്നതെന്നാണ് ബാലേന്ദ്രൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ എവിടെ വീഴുമെന്ന് എനിക്ക് തന്നെ അറിയില്ലെന്ന് കരഞ്ഞുകൊണ്ട് ബാലൻ അവരോട് പറയുന്നു. എന്നാൽ ശരി, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ബാലൻ അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുന്നു. അലീനയോടും യാത്ര പറഞ്ഞ ശേഷം സ്റ്റാൻലിയോടെ ബാലൻ പറയുന്നു, ഞാൻ ഒരു തവണ നിങ്ങളോട് പറഞ്ഞതാ, എന്നാലും ഓർമ്മിപ്പിക്കുകയാ. ഇവളൊരു ഭാരമായിട്ടോ ശല്യമായിട്ടോ എപ്പോഴെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഒരൊറ്റ മിസ് കോൾ അല്ലെങ്കിൽ കോൾ ചെയ്താൽ മതി, ഞാൻ തന്നെ വന്ന് ഇവളെ കൂട്ടിക്കൊണ്ടു പോയിക്കോളാം. ഇതോടെയായപ്പോൾ അലീനയ്ക്ക് സങ്കടം ഒട്ടും തന്നെ സഹിക്കാൻ വയ്യാതായി. അങ്ങനെ അലീനയുടെ ഭാഗം മറ്റു സാധനങ്ങളുമെല്ലാം ബാലചന്ദ്രൻ കൊടുത്തിട്ട് ബാലൻ ചോദിക്കുന്നുണ്ട്, ഇനി എന്തെങ്കിലും സാധനങ്ങൾ മറന്നോ? നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്നാണ് അലീനയോട് ചോദിക്കുന്നത്. അച്ഛന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യണം. വീട്ടിലിപ്പോൾ അച്ഛനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് 3 മക്കളും കൂടി ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഞാനല്ലേ ഇപ്പോൾ ആരും ഇല്ലാതായത്, ഞാനല്ലേ ഇവിടെ ഒറ്റപ്പെടുന്നത്. അച്ഛനും കൂടി ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഒരു കാട്ടിൻ്റെ നടുവിൽ എന്നെ തനിച്ചാക്കി പോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നതെന്ന് അലീന കരഞ്ഞുകൊണ്ട് പറയുന്നു. ബാലിനിപ്പോൾ അലീനയോടെ പറയുന്നു, മോളെ ഞാനിപ്പോൾ നേരെ വീട്ടിലേക്കൊന്നുമല്ല പോകുന്നത്, പുനലൂരിൽ എവിടെയെങ്കിലും ഒരു ലോഡ്ജിൽ റൂം എടുക്കണം. നിന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പോകാനൊന്നും എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല എല്ലാവരും കൂടി എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കും. ചിലപ്പോൾ ചോദ്യം കൂടി ഉണ്ടാവും, അലീനയെ കൊണ്ടാക്കിയിട്ട് വന്നോന്ന്. മാത്രമല്ല അവരെല്ലാം എന്നെ വിഷമത്തോടുകൂടി ആയിരിക്കും നോക്കുന്നത്. അവരുടെ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറയണ്ടേ? നിനക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പോലും അറിയില്ലല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിച്ചേക്കണം. പുനലൂർക്ക് ഇവിടുന്ന് 1/2 മണിക്കൂർ മാത്രമേ ദൂരമുള്ളൂ. അലീന മറുപടിയായി, എന്നെപ്പറ്റി ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട, എന്തുണ്ടായാലും ഞാൻ പിടിച്ചു നിൽക്കും. മറുപടി ബാലൻ, നിനക്ക് എളുപ്പമായിരിക്കും, പക്ഷെ നീയില്ലാത്ത വീട്ടിൽ ജീവിക്കാൻ ഇനി ഞാനും മക്കളും ശീലിക്കേണ്ടിയിരിക്കുന്നു. സാരല്ല, എന്തൊക്കെയായാലും എല്ലാവരും എല്ലാ കാലവും എല്ലാവരുടെയും കൂടെ ഉണ്ടാവത്തില്ലല്ലോ. ഇത് കേൾക്കുന്ന അലീന, അച്ഛൻ വിഷമിക്കരുതെന്നും അച്ഛനൊത്തിരി അസുഖമൊക്കെയുള്ള ആളല്ലേ, ടെൻഷൻ അടിക്കരുതെന്നും പറഞ്ഞ് മനസ്സിലാക്കുന്നു. മരുന്നും മറ്റുമൊക്കെ അച്ഛൻ വേണ്ടുന്ന സമയത്ത് കഴിക്കണം, എല്ലാം ഞാൻ കൃഷ്ണമോളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അലീന പറയുന്നു. എന്നാൽ ശരിയെന്ന് പറഞ്ഞ് ബാലൻ നിറകണ്ണുകളോടെ അവിടെ നിന്ന് യാത്രയാവുന്നു. ബാലൻ്റെ കാറ് തൻ്റെ കൺമുമ്പിൽ നിന്ന് മായുന്നതുവരെ അലീന അങ്ങനെ തന്നെ നോക്കി നിൽക്കുന്നു. അങ്ങനെ ബാലചന്ദ്രൻ പോയ ശേഷം അലീന തൻ്റെ ബാഗുകളെല്ലാം എടുക്കുന്നത് കാണുന്ന സ്റ്റാൻലി ആൻഡപ്പനോട് അതൊക്കെ എടുക്കാനായിട്ട് ഉത്തരവിടുന്നു. എന്നാൽ അലീന അത് തടഞ്ഞുകൊണ്ട് സ്വന്തമായി തന്നെ അതൊക്കെ ചെയ്യാൻ തുടങ്ങുന്നു. ഇതുകൂടിയായപ്പോൾ സ്റ്റാൻലിക്ക് ഒന്നുകൂടെ ദേഷ്യം കയറി ആൻഡപ്പനെ വഴക്ക് പറഞ്ഞ് ജോലി ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നു. ഞാൻ തന്നെ അതൊക്കെ ചെയ്തോളാം മേം സാബ് എന്നാണ് ആൻഡപ്പൻ പറയുന്നത്. ഇത് കേൾക്കുന്ന അലീന, എന്നെ അങ്ങനൊന്നും വിളിക്കണ്ട, എന്നെ പേര് വിളിച്ചാൽ മതിയെന്ന് അയാളോടെ പറയുന്നു. അതെല്ലാം ആൻഡപ്പൻ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ അലീന സ്റ്റാൻലിയോടെ അറിയിക്കുന്നു, ഇതിലും കൂടുതൽ കട്ടിയുള്ള ജോലികൾ ഞാൻ ചെയ്തിട്ടുള്ളതാ, ഇതിപ്പോൾ എനിക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ, ഞാനിതൊക്കെ എടുത്തോളാം, എനിക്ക് മുറി മാത്രം കാണിച്ചെന്നാൽ മതിയെന്നാണ് അലീന ആൻഡപ്പനോട് പറയുന്നത്. അലീനയ്ക്കായി സ്റ്റാൻലിയുടെ വീട്ടിലൊരുക്കിയ മുറി വളരെ വിശാലമായിരുന്നു. അലീനയ്ക്ക് സ്വന്തം കണ്ണുകളെ തന്നെ വിശ്വസിക്കാനായില്ല. മുറിക്കകത്ത് കയറിയതും അതിനകത്തെ സൗകര്യങ്ങളെല്ലാം കണ്ട് അലീന അന്താളിച്ച് നിൽക്കുന്നു. അലീന ആൻഡപ്പനോടെ പറയുന്നുണ്ട്, ഇത്രയും വലിയ മുറിയൊന്നും എനിക്ക് വേണ്ട, ഒരു ചെറിയ മുറി മതി. ആൻഡപ്പൻ അലീനയോട് പറയുന്നുണ്ട്, ഇനിയുള്ളതൊക്കെ ഇതിലും വലിയ മുറികളാ. മാത്രമല്ല കേണൽ സാബ് ഈ മുറി അറേഞ്ച് ചെയ്ത് കൊടുക്കാനാ എന്നോട് പറഞ്ഞത്. അവർ അങ്ങനെ സംസാരിച്ച് നിൽക്കെ തന്നെ സ്റ്റാൻലിയുടെ 2 നായ്ക്കളും അതിനകത്തേക്ക് വരുന്നുണ്ട്. അലീനയാകട്ടെ അതുങ്ങളെ തലോടി അവരുമായി കൂട്ടുകൂടാനൊരുങ്ങുന്നു. അതിനുശേഷം അലീന ആൻഡപ്പനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഇവരുടെ അടുത്തായിട്ടുള്ള ഏതെങ്കിലും മുറിയായാലും മതി. അങ്ങനെ സംസാരിച്ച് നിൽക്കെ തന്നെ സ്റ്റാൻലിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അലീനയ്ക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് ആൻഡപ്പനോട് ആവശ്യപ്പെടുന്നു. ഈ മുറി ഇഷ്ടപ്പെട്ടുവെന്നും അലീനയോട് തിരക്കുന്നുണ്ട്. അതിനുശേഷം ആൻഡപ്പനോട് പറയുന്നു, അലീനയ്ക്കായി ഇവിടെ തന്നെ ഒരു TV സെറ്റ് ചെയ്ത് കൊടുക്കണം. അലീനയ്ക്ക് ആവശ്യമുള്ള ഡ്രസ്സ്, കോസ്മെറ്റിക്സ് അതിൻ്റെ എല്ലാം ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കി എല്ലാം തന്നെ പർച്ചേസ് ചെയ്ത് ഇവിടെ കൊണ്ട് കൊടുക്കണം. അതിനുശേഷം തൻ്റെ നായ്ക്കളോട് ഈ മുറിയിൽ മാത്രം പ്രവേശിക്കരുതെന്ന് സ്റ്റാൻലി ജോസഫ് ഓർഡർ ഇടുന്നുണ്ട്. വീട്ടിലേക്ക് തിരിച്ചുള്ള യാത്രയിൽ ബാലചന്ദ്രൻ അത്രയ്ക്കും സങ്കടത്തിലാണ്. അലീനയുടെ അഭാവം ബാലചന്ദ്രനെ അത്രയ്ക്കും തളർത്തി കളഞ്ഞിരിക്കുന്നു. വണ്ടി സൈഡിലൊരിടതായിട്ട് ഒതുക്കി ബാലചന്ദ്രൻ അലീനയെ ഓർത്ത് കരയുകയാണ്. അതേസമയം തന്നെ മനുവിന്റെ കോളും വരുന്നുണ്ട്. അങ്ങനെ ബാലൻ യാത്ര തുടരുന്നു. നിങ്ങളിപ്പോൾ എവിടെ നിന്നാണ് മനു ചോദിക്കുന്നത്. സ്റ്റാൻലിയുടെ വീട്ടിൽ അലീനയെ കൊണ്ടാക്കി തിരിച്ചു വരുന്നെന്ന് ബാലൻ മറുപടിയും പറയുന്നു. അലീനയ്ക്ക് അവിടെയുള്ളവരുമായെല്ലാം പരിചയമായെന്ന് മനു ചോദിക്കുന്നുണ്ട്. മറുപടിയായി ബാലൻ, ആ വീട്ടില് ആകെ സ്റ്റാൻലിയും അയാളുടെ 3 ജോലിക്കാരും മാത്രമേ ഉള്ളൂ. അയാളുടെ ഭാര്യയും മക്കളും എല്ലാം മറ്റൊരു വീട്ടിലാണ് താമസം. ഇത് കേൾക്കുന്ന മനു, അവർക്കൊക്കെ അലീനയെ പറ്റിയുള്ള കാര്യം അറിയുമോ? അതിനെപ്പറ്റിയൊന്നും തനിക്ക് കൃത്യമായിട്ട് അറിയില്ല. മാത്രമല്ല തിരക്കാനും പോയില്ലെന്നാണ് ബാലൻ പറയുന്നത്. നീ ഇപ്പോൾ എവിടാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആൻറ്റിയെ കൊണ്ടുവിടാൻ വേണ്ടി വീട്ടിലേക്ക് വന്നതാണ്. ഇത് കേൾക്കുന്ന ബാലൻ, ആരെ വൈജിയോ? മറുപടിയായി മനു, അതെ, അലീന എന്ന ശത്രു പോയതിൻ്റെ സന്തോഷത്തിൽ ആൻറ്റി തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോടെ അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.